പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ധനസഹായം ലഭിക്കാത്തതിൽ നിലമ്പൂരിൽ MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. ആദിവാസി ഐക്യവേദിയും പട്ടികജാതി സാംസ്കാരിക സമിതിയും സംയുക്തമായാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചിത്ര നിലമ്പൂർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. 5-6 വർഷമായിട്ട് 140 കോടി രൂപ നമ്മുടെ കുട്ടികൾക്ക് കുടിശ്ശികയായിട്ട് വിദ്യാലയം കൊടുക്കാനുള്ളതാണ്. പെൻഷൻ ചോദിക്കുമ്പോൾ അത് കുടിശ്ശികയായി കിടക്കുന്നു. സാധാരണ ഓരോ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മുടെ LDF സർക്കാർ ഇപ്പോൾ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും അവർ പറയുന്നത് ഈ സംസ്ഥാനം നമ്പർ 1 ആണ്. ഈ നമ്പർ 1 എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഒട്ടാകെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഇത് നമ്പർ 1 തന്നെയാണെന്ന്. കാരണം ഈ കേരളം വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അവിടേക്ക് കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് നമ്പർ 1 തന്നെയാണെന്ന്. പക്ഷേ നമ്മൾ ഓർക്കണം, ഈ നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ കൂടിയുണ്ട്. ആദിവാസികൾ മാത്രമല്ല, പട്ടികജാതിക്കാർ മാത്രമല്ല, എത്രയോ പാവപ്പെട്ട ജനത ഇന്നും ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദളിത് സമുദായ മുന്നണി പ്രസിഡന്റ് സുധീഷ് പോത്തുകൽ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി സാംസ്കാരിക സമിതി പ്രസിഡന്റ് അനീഷ്, കോരൻ കോഴിക്കോട്, സുമേഷ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂർ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് നിന്നും പ്രകടനമായി എത്തിയാണ് ധർണ നടത്തിയത്. നിലമ്പൂർ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. SS Gold, Pure Gold. SS Group, Nilambur.